തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് കർഷക സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം. 2 ദിവസങ്ങളിലായി ചെറുവത്തൂരിൽ നടന്ന സമ്മേളനത്തിന് ആവേശോജ്വല സമാപനം. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, കർഷക ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം, റീസർവേ അപാകതകൾ അടിയന്തരമായി പരിഹരിക്കണം, സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ മേഖലയെ ഒഴിവാക്കിയ സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണം തുടങ്ങി വിവിധ ആവശ്യങ്ങളടങ്ങിയ പ്രമേയം സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. സമ്മേളന സമാപനത്തോടനുബന്ധിച്ച് കണ്ണാടിപ്പാറ കൊടക്കാട് ബാങ്ക് പരിസരത്ത് നിന്ന് പൊതുസമ്മേളന നഗരിയായ KP വത്സരൻ നഗറിലേക്ക് പ്രകടനം നടന്നു. പൊതുസമ്മേളനം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വലിയ തോതിലുള്ള ജീവിത പ്രയാസങ്ങൾ വർദ്ധിച്ചു വരുമെന്നുള്ളതാണ്. നെൽകൃഷിക്കാരെ നിലനിർത്തണമെങ്കിൽ വളത്തിന് സബ്സിഡി കൊടുക്കണം, നെല്ല് ഗവൺമെന്റ് സംഭരിക്കണം, അധ്വാനത്തിന്റെ ഫലം നെൽകൃഷിക്കാർക്ക് കൊടുക്കണം. ഇന്ത്യയിലെ പ്രശസ്തനായ കാർഷിക വിദഗ്ധൻ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം കുട്ടനാടുകാരനാണ്, സ്വാമിനാഥൻ കമ്മീഷൻ. അദ്ദേഹം പിന്നീട് തമിഴ്നാട്ടിൽ താമസമാക്കി. തമിഴ്നാട്ടിൽ അദ്ദേഹം ഈ കാർഷിക ഗവേഷണത്തിൽ ലോക പ്രശസ്തനാണ്. സ്വാമിനാഥൻ പറഞ്ഞൊരു കാര്യം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന ചിലവിൻ്റെ 1.5 ഇരട്ടിയെങ്കിലും വില കിട്ടിയാൽ മാത്രമേ കൃഷി നിലനിൽക്കൂ, അല്ലെങ്കിൽ കൃഷിക്കാർ ഉപേക്ഷിക്കപ്പെടും. ചെറുവത്തൂർ P പത്മനാഭൻ മാസ്റ്റർ നഗറിൽ നടന്ന കർഷക സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം K കുഞ്ഞിരാമനെ പ്രസിഡന്റായും P ജനാർദ്ദനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. KP രാമചന്ദ്രനാണ് ട്രഷറർ. സമ്മേളനം 40 അംഗ ജില്ലാ കമ്മിറ്റിയെയും 20 അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. കൈരളി ന്യൂസ്, കാസർഗോഡ്.